അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും. ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് അങ്ങാടിപ്പുറത്തും പെരിന്തൽമണ്ണയിലും കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. രാവിലെ വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ ടൗണിലും മറ്റും പ്രകടനങ്ങൾ നടത്തി. ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ എല്ലാ മേഖലകളിലും നിശ്ചലാണ്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളാണ് പ്രധാനമായ ഒരു വിഷയം. 10-29 കോഡുകൾ ഉണ്ടായിരുന്ന ആ കോഡുകളൊക്കെ ചുരുക്കി വെറും 4 കോഡിലാക്കി ചുരുക്കി മാറ്റി. അതായത് പതിറ്റാണ്ടുകളായി തൊഴിലാളി വർഗങ്ങൾ നേടിയെടുത്ത അവകാശങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇല്ലാതാക്കുന്ന നിലപാടുകളാണ് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. അതിൽ തന്നെ നമുക്ക് 8 മണിക്കൂർ പണി എന്നുള്ളത് ഇപ്പോൾ 12 മണിക്കൂർ പണിയാക്കി മാനേജ്മെന്റുകൾ, കോർപ്പറേറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സഹോദരിമാർക്ക് പോലും വൈകുന്നേരം 5 മണി 6 മണിക്ക് ശേഷം വീട്ടിൽ പോകാൻ പറ്റാത്ത സാഹചര്യം. മാനേജ്മെന്റ് പറയുന്ന അത്ര സമയം പണിയെടുക്കുന്ന, രാത്രി പോലും പണിയെടുക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംഘടിക്കാൻ ചുരുങ്ങിയത് 7 അംഗങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ഒരു സംഘടന രൂപീകരിക്കാനും തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി മാനേജ്മെന്റുമായി ബാർഗെയിൻ ചെയ്യാനും പറയാനും അത് അനുവദിക്കാനും ഒക്കെയുള്ള സമ്മർദ്ദം ചെയ്യാനൊക്കെയുള്ള സാവകാശം അതിൽ നിലവിലുണ്ടായിരുന്നു. അതൊക്കെ ഇല്ലാതാക്കി തൊഴിലാളികൾ എല്ലാ നിലക്കും തൊഴിലാളികൾ ദ്രോഹിക്കുന്ന ഒരു നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ഏതാനും ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് പണിമുടക്ക് ദിനത്തിൽ നിരത്തുകളിൽ ഇറങ്ങിയത്. ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി മുതൽ വ്യാഴാഴ്ച അർദ്ധരാത്രി 12 വരെയാണ് പണിമുടക്ക്. പാൽ, പത്രം, ആശുപത്രി തുടങ്ങിയ അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. KSRTC തൊഴിലാളി യൂണിയനുകളും സ്വകാര്യ ബസ് സംഘടനകളും പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടാക്സി, ഓട്ടോ തൊഴിലാളികളും പണിമുടക്കും. ഇതിനാൽ സംസ്ഥാനത്ത് പൊതുഗതാഗതം തടസ്സപ്പെടും. സ്വകാര്യ വാഹനങ്ങൾ തടയില്ലെന്നും സംഘടനകൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു.